ലോക ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ ക്വാർട്ടറിലേക്ക് ഇന്ത്യൻ താരം വൈശാലി മുന്നേറി. ഓപ്പൺ വിഭാഗത്തിൽ നിലവിലെ ചാമ്പ്യൻ മാഗ്നസ് കാൾസണും അവസാന എട്ടിലെത്തി. അനിൽ വാസുദേവ് തത്സമയം ചേരുന്നു സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. അനിൽ, ഗുഡ് മോർണിംഗ്. പറയൂ, ചതുരംഗ കളത്തിലെ കലാപം. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. പറഞ്ഞതുപോലെ തന്നെ ചതുരംഗക്കളത്തിൽ ഇന്ത്യയുടെ കലാപം എന്ന് പറയേണ്ടിയിരിക്കുന്നു. സമീപകാലത്ത് ഇന്ത്യ ചെസ്സിൽ വലിയ വലിയ നേട്ടങ്ങൾ കൊണ്ടുവരികയാണ്. പ്രജ്ഞാനന്ദ ചെസ് ലോകകപ്പിൻ്റെ ഫൈനലിലെത്തി. പിന്നാലെ തന്നെ ഇന്ത്യ ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യയുടെ ഇരട്ട കിരീടം. അതിനുശേഷമാണ് ഇന്ത്യയിൽ നിന്നൊരു ലോക ചെസ് ചാമ്പ്യൻ ഉണ്ടാവുന്നു ഡി ഗുഗേഷിലൂടെ. അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് റാപ്പിഡ് ചെസ്സിൽ ഇന്ത്യയുടെ കൊനേരു ഹംപി ചാമ്പ്യനായി മാറിയത്. അതിനുശേഷം വീണ്ടും ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്ന മറ്റൊരു വിജയം കൂടി ഉണ്ടായിരിക്കുകയാണ്. ഇന്ത്യയുടെ വൈശാലി ബ്ലിറ്റ്സ് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം നേടിക്കൊണ്ട് മുന്നേറിയിരിക്കുകയാണ് ക്വാർട്ടർ ഫൈനലിലേക്ക്. 9.5 പോയിന്റ് നേടിയാണ് വൈശാലി അവസാന എട്ടിലേക്ക് ഒന്നാം സ്ഥാനക്കാരിയായി മുന്നേറിയത്. പല മത്സരങ്ങളിലും വിജയം. ഒപ്പം തന്നെ സോൾ ഒന്നാം സ്ഥാനം എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. മറ്റു താരങ്ങൾക്കൊന്നും തന്നെ 9 പോയിന്റിന് അപ്പുറത്തേക്ക് കടക്കാനാവതപ്പോൾ 9.5 പോയിന്റ് നേടാൻ വൈശാലിക്കായി എന്നുള്ളത് വലിയ നേട്ടം തന്നെയാണ്. എന്തായാലും വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഓപ്പൺ വിഭാഗത്തിലേക്ക് വരുകയാണെങ്കിൽ പ്രമുഖ താരങ്ങളൊക്കെ തന്നെ അവസാന എട്ടിലേക്ക് മുന്നേറിയിട്ടുണ്ട്. അതിൽ മാഗ്നസ് കാൾസന്റെ കാര്യമാണ് എടുത്തേണ്ടി പറയേണ്ടത്. നിലവിലെ ചാമ്പ്യൻ 7 തവണ ചാമ്പ്യനായിട്ടുള്ള മാഗ്നസ് കാൾസൺ ജീൻസ് ധരിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് റാപ്പിഡ് മത്സരത്തിനിടെ ഒരു പിഴയിട്ടിരുന്നു. അതിൽ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി താരം. അങ്ങനെ അയോഗ്യനായി. അതിനുശേഷം ബ്ലിറ്റ്സിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് കാൾസൺ പറഞ്ഞത്. പക്ഷേ കാൾസൺ ഒടുവിൽ തീരുമാനം മാറ്റി അങ്ങനെ ബ്ലിറ്റ്സിലേക്ക് മത്സരത്തിന് വരുന്നു. അദ്ദേഹം അങ്ങനെ അവസാന എട്ടിലേക്ക് മുന്നേറിയിട്ടുണ്ട്. 3-ാം സ്ഥാനക്കാരനായിട്ടാണ് അദ്ദേഹം ഫൈനലിലേക്ക് അല്ലെങ്കിൽ ഫൈനൽ റൗണ്ടിലേക്ക് മുന്നേറിയിരിക്കുന്നത്. പക്ഷേ ഈ ആദ്യ 8 താരങ്ങൾക്കും 9.5 പോയിന്റ് നേടി എന്നുള്ളത് അടുത്ത ക്വാർട്ടർ തൊട്ടുള്ള മത്സരങ്ങളും കൂടുതൽ കടുപ്പമാവും എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ത്യക്ക് നിരാശയായി മാറിയത് വൈശാലിയുടെ സഹോദരനായിട്ടുള്ള പ്രജ്ഞാനന്ദയ്ക്ക് ഒപ്പം തന്നെ അർജുന ഇരിഗാസി പോലുള്ള താരങ്ങൾക്ക് അവസാന എട്ടിലേക്ക് മുന്നേറാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഇന്ത്യൻ പുരുഷ താരങ്ങളൊന്നും തന്നെ അങ്ങനെ അവസാന എട്ടിൽ ഇല്ല എന്നുള്ള സങ്കടമാണ്. എന്നിരുന്നാൽ പോലും വൈശാലിയുടെ നേട്ടം വലുതാണ്. വൈശാലിക്ക് ക്വാർട്ടറിലും സെമിയിലും ഒക്കെ തന്നെ മുന്നേറി ബ്ലിറ്റ്സിലും കൂടി ഒരു ജേതാവ് ഇന്ത്യയിൽ നിന്നുണ്ടാകട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എസ് കെ വിവരങ്ങൾ നൽകിയത്.